നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഭഗവത്ഗീത എന്തിനാണ് പഠിക്കുന്നതെന്ന ചിന്ത പലരിലുമുണ്ടാകും. വ്യതിചലിക്കപ്പെട്ട സമൂഹത്തിൽ കൂട്ടം കൂട്ടമായി വസിക്കുന്നവർ ചേർന്നതാണല്ലോ സമൂഹം. ആ സമൂഹത്തിലെ മനുഷ്യ മനസ്സുകളെ കൂടുതൽ ദൃഢമാക്കുന്നതിനും മനുഷ്യകർമ്മങ്ങളും കർത്തവ്യങ്ങളും അവൻ്റെ വിധിയും എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നതാണ് ഭഗവത്ഗീത. ഭഗവാൻ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് അർജുനൻ്റെ മാനസികാവസ്ഥയെ ഉദ്ധരിക്കാൻ മാത്രമല്ല, ഈശ്വര ചിന്തയുള്ള ഓരോരുത്തരെയും അവരുടെ മനസ്സിനെ ഉദ്ധരിക്കാൻ കൂടിയാണ്. ഭഗവാനാൽ ഗീതം ചെയ്യപ്പെട്ടതാണ് ഭഗവത്ഗീത. വ്യാസവിരചിതമായ ഭഗവത്ഗീതയിലെ ശ്ലോകസംഖ്യയുടെ കാര്യത്തിൽ പലരും പല വാദഗതികൾ ഉന്നയിക്കുന്നുണ്ട്. 700 ശ്ലോകമുണ്ടെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ 701, 735, അതല്ല 745 എന്നൊക്കെ മറ്റു വിഭാഗങ്ങൾ വാദിക്കുന്നുണ്ട്. ശങ്കരാചാര്യർ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയപ്പോൾ 700 എന്ന ശ്ലോകസംഖ്യയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടതും 700 എന്ന ശ്ലോകസംഖ്യയാണ്. ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്യാൻ ഉറപ്പിച്ചു അന്നിട്ടുള്ള എൻ്റെ ആൾക്കാരും ആ പാണ്ഡവരും എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നത് ധൃതരാഷ്ട്രൻ്റെ തമോ ഗുണം കൊണ്ടാണെന്ന് പറഞ്ഞുവല്ലോ. ധൃതരാഷ്ട്രർ എന്ന പദം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്നു. ധൃതം രാഷ്ട്രം യേന സഹ ധൃതരാഷ്ട്രഃ. യാതൊരുവൻ തൻ്റേതല്ലാത്തതിനെ തൻ്റേതെന്നു കരുതി മുറുകെ പിടിച്ചിരിക്കുന്നുവോ അവനാണ് ധൃതരാഷ്ട്രൻ. ഇത് അറിയാവുന്നതിനാലാണ് വ്യാസൻ ദിവ്യദൃഷ്ടി തരാമെന്ന് പറഞ്ഞത്. ഒരു ദിവ്യദർശനം എന്നത് ഒരു സൂക്ഷ്മമായ കാഴ്ചയേക്കാൾ തികച്ചും വ്യത്യസ്തമാണ്. സൂക്ഷ്മമായ കാഴ്ചയുള്ള ഒരാൾ തൻ്റെ മനസ്സിൽ അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ചിത്രം മാത്രം കാണുന്നു. എന്നാൽ ദൈവിക ദർശനത്തിൽ അത് മനസ്സിലുണ്ടാക്കുന്നതിന് പകരം അത് നേരിട്ട് കാണുന്നത് പോലെയാണ്. കൂടാതെ ശബ്ദങ്ങൾ കേൾക്കുന്നത് ഭൗതിക ചെവിയിലൂടെയാണ്, അല്ലാതെ ചിന്തയുടെ പ്രവാഹമായിട്ടല്ല. കൗരവരുടെ സന്ദേശവാഹകനായി ഉപപ്ലാവ്യത്തിലെത്തി പാണ്ഡവരെ കാണാൻ പോയതും സഞ്ജയനാണ്. ധൃതരാഷ്ട്രൻ്റെ സാരഥിയും ഉപദേഷ്ടാവും മന്ത്രിയുമാണ് സഞ്ജയൻ. മാത്രമല്ല വ്യാസൻ്റെ ശിഷ്യനുമാണ്. അതുകൊണ്ടാണ് വ്യാസൻ സഞ്ജയന് ദിവ്യദൃഷ്ടി കൊടുത്തത്. നല്ലവനായ ഗാൽവണപുത്രനായ സഞ്ജയനെ ഇതിലൂടെ മഹത്വവൽക്കരിക്കുകയാണ് വേദവ്യാസൻ ചെയ്തത്. അങ്ങനെയുള്ള ദിവ്യദൃഷ്ടി കൊടുക്കാമെന്ന് വ്യാസൻ പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രൻ പറഞ്ഞത്, അങ്ങ് സത്യത്തെ അറിയുന്നത് പോലെ തന്നെ ഞാനും അറിയുന്നു. ലോകം സ്വാർത്ഥത കൊണ്ട് മുങ്ങിത്താണിരിക്കുന്നു. അതുകൊണ്ട് ഞാനും ലോകത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണണ്ട. വ്യക്തമായ സത്യബുദ്ധിയെ പ്രാവർത്തികമാക്കാൻ കഴിയായുകയാണ് ധൃതരാഷ്ട്രത്വം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് ലോകത്തിൻ്റെ ദുരിതത്തിന് കാരണവും. നിങ്ങൾ ദിവസവും ഉറങ്ങുമ്പോൾ ഒന്നാലോചിച്ചു നോക്കൂ, എന്തായിരുന്നു എൻ്റെ ഉള്ളിലെ യുദ്ധം? ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാൻ അണിനിരുന്ന എൻ്റെ കക്ഷികളും ആ പാണ്ഡവരും എന്തു ചെയ്തു എന്നാണ് ചോദിച്ചത്. ഉറങ്ങാൻ നേരത്ത് എൻ്റെ തന്നെ
ദുർഗുണങ്ങളും സദ്ഗുണങ്ങളും ഇന്ന് എൻ്റെ മനസ്സിൽ എങ്ങനെയൊക്കെയാണ് പെരുമാറിയത്? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എല്ലാം തെളിഞ്ഞു വരും. ഭഗവത്ഗീത ശ്ലോകം 2. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനം അബ്രവീത്. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു. തഥാ അപ്പോൾ. രാജാ ദുര്യോധനാത്തു, രാജാവായ ദുര്യോധനൻ അപ്പോൾ. വ്യൂഹം, പലമാതിരി വ്യൂഹങ്ങളാണല്ലോ കുരുക്ഷേത്ര ഭൂമിയിൽ രണ്ടു സൈന്യങ്ങളും നിരത്തി നിർത്തിയിരിക്കുന്നത്. വ്യൂഹം. പാണ്ഡവ ആനീകം സൈന്യം, ആ പാണ്ഡവന്മാരുടെ സൈന്യത്തെ ദൃഷ്ട്വ കണ്ടിട്ട്, പലമാതിരി വ്യൂഹങ്ങൾ ചമച്ചു നിൽക്കുന്ന ആ പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ദുര്യോധന രാജാവ് കണ്ടപ്പോൾ, ആചാര്യം ഗുരുവേ, അല്ലയോ ഗുരുവേ, ആചാര്യനായിട്ടുള്ള ദ്രോണരെ ഉപസംഗമ്യ സമീപിച്ചിട്ട്, ആചാര്യനായ ദ്രോണരെ ദുര്യോധനൻ സമീപിച്ചിട്ട് വചനം ഇപ്രകാരം അബ്രവീത് പറഞ്ഞു. പാണ്ഡവ സൈന്യത്തെ അണിനിരത്തിയിരിക്കുന്നത് കണ്ടിട്ട് ദുര്യോധന മഹാരാജാവ് ദ്രോണാചാര്യയെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു. എൻ്റേത് എന്ന ചിന്ത മാത്രമാണ് ധൃതരാഷ്ട്രനും ദുര്യോധനനുമുള്ളത്. പാണ്ഡവ സൈന്യത്തിൻ്റെ ബലാധിക്യത്തെപ്പറ്റി വർണ്ണിച്ചു കേൾപ്പിച്ച് തൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയും പരാക്രമവും ഉത്സാഹവും അതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ദുര്യോധനൻ ദ്രോണാചാര്യൻ്റെ സമീപത്ത് ചെന്ന് യുദ്ധ സമ്പ്രദായമനുസരിച്ച് അണിനിരന്നു നിൽക്കുന്ന പാണ്ഡവ സൈന്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ധൃതരാഷ്ട്ര മഹാരാജാവിൽ ഭക്തിയും സ്നേഹവും ഉള്ളവനാണ് സഞ്ജയനെങ്കിലും ധൃതരാഷ്ട്രന് പാണ്ഡവരോടുള്ള വേർതിരിവ് സഹിക്കുന്നില്ല എന്ന് കാണിക്കാനാണ് ഇവിടെ തു എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഭീഷ്മ ദ്രോണാദികളെ കണ്ടിട്ട് അതുകൊണ്ടൊന്നും പാണ്ഡവന്മാർ ഭയപ്പെട്ട് ഓടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിരാട നഗരിയിൽ വെച്ചുണ്ടായ യുദ്ധം സഞ്ജയൻ ഓർക്കുകയാണ്. വിരാട നഗരിയിലെ യുദ്ധം കൗരവന്മാർക്ക് മറക്കാൻ പറ്റാത്തതാണല്ലോ. വിരാട രാജധാനിയിലാണല്ലോ പാണ്ഡവർ വേഷം മാറി ഒരു വർഷത്തെ അജ്ഞാതവാസം അനുഷ്ഠിച്ചത്. വിരാടൻ്റെ സേനാപതിയും അളിയനുമായ കീചകൻ പാഞ്ചാലിയോട് കാമമോഹത്തോടെ പെരുമാറിയെന്നറിഞ്ഞ് ഭീമസേനൻ നാടകശാലയിൽ വെച്ച് രാത്രിയിൽ കീചകനെ കൊന്നു. എല്ലാ അയൽ രാജാക്കന്മാർക്കും കീചകനെ ഭയമായിരുന്നു. കീചകൻ്റെ ശല്യമൊഴിഞ്ഞപ്പോൾ ത്രിഗർത്ത രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ത്രിഗർത്തരും ധാർധരാഷ്ട്ര സൈന്യവും വിരാട നഗരം ആക്രമിച്ചു. രണ്ടു വശത്ത് നിന്ന് പാണ്ഡവരുടെ അജ്ഞാതവാസ കാലാവധി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ഈ സംഭവം. ത്രിഗർത്തസേനയെ നേരിടാൻ വിരാടപുത്രൻ ശംഖനും വേഷപ്രച്ഛന്നരായ യുധിഷ്ഠിരൻ, ഭീമൻ, നകുലൻ, സഹദേവർ എന്നിവർ യുദ്ധഭൂമിയിൽ
മറുഭാഗത്തുകൂടി ദുര്യോധനന്റെ സേനയെ ഉത്തരൻ തേരാളിയായ പാർത്ഥൻ ബൃഹന്തളാവേഷത്തിൽ ഒറ്റയ്ക്ക് തിരിഞ്ഞ് ഒറ്റയ്ക്കെത്തി പരാജയപ്പെടുത്തി. ഗോഹരണമായിരുന്നു ഈ യുദ്ധത്തിൽ അവർ ഉദ്ദേശിച്ചത്. ഈ യുദ്ധത്തിലെ ആക്രമണത്തിൻ്റെ ലക്ഷ്യം അങ്ങനെയാണെങ്കിലും പാണ്ഡവരുടെ അജ്ഞാതവാസം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ അജ്ഞാതവാസം പൊളിച്ചു കളയണമെന്ന ചിന്തയും ദുര്യോധനൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ദുര്യോധനൻ്റെ സൈന്യത്തെ അർജുനൻ ഒറ്റയ്ക്ക് കീഴടക്കിയ സംഭവമാണ് വിരാട നഗരിയിൽ അരങ്ങേറിയത്. അങ്ങനെയുള്ള പാണ്ഡവർ പേടിച്ചോടുകയില്ലെന്ന ധ്വനിയാണ് സഞ്ജയൻ്റെ വാക്കുകളിൽ ഉള്ളത്. അങ്ങനെ പാണ്ഡവർ പേടിച്ചോടുമെന്ന് വിചാരിച്ച് സന്തോഷിക്കുകയോ അങ്ങയുടെ പുത്രന്മാർക്ക് ധർമ്മബുദ്ധി തോന്നിയതായിട്ട് കണ്ട് പകുതി രാജ്യം പാണ്ഡവന്മാർക്ക് നൽകിപ്പോയോ എന്നും ഓർത്തും വിഷാദിക്കണ്ട എന്നൊക്കെയാണ് ആ തൂ എന്ന ശബ്ദപ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്ന ആശയം. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്.